യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടാകും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കും ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് പോകുമ്പോഴും നമുക്കുണ്ടാകുന്ന പ്രതീക്ഷകൾ വലുതായിരിക്കും. എന്നാൽ പലപ്പോഴും പുതിയയിടത്ത് പുതിയ രീതിയിലുള്ള തിരിച്ചടികളും പ്രയാസങ്ങളുമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഇവയൊക്കെ അതിജീവിക്കാനുള്ള ധൈര്യം നമുക്കെപ്പോഴും ഉണ്ടായേ പറ്റൂ. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം തുടങ്ങുമ്പോൾ പൗലോസും കൂട്ടരും തെസലോനിക്കയിൽ എത്തിച്ചേർന്നതും തുടർന്ന് നടന്ന സംഭവങ്ങളുമാണ് രേഖപ്പെടുത്തുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സഹോദരിയുടെ പേരാണ് തെസലോനിക്ക. അതൊരു സ്വതന്ത്ര പട്ടണമായിരുന്നു. 3 നദികൾ ഈ പട്ടണത്തിന് സമീപം സംഗമിക്കുന്നതിനാൽ ഇതൊരു വ്യാപാര കേന്ദ്രം കൂടി ആയിരുന്നു. അനേക യഹൂദന്മാർ ഇവിടെ താമസിച്ചിരുന്നു. മക്കദോന്യയുടെ താക്കോൽ എന്നും ഈ തെസലോനിക്ക അറിയപ്പെടുന്നു. എല്ലാ സ്ഥലത്തും എന്ന പോലെ പൗലോസും കൂട്ടരും സിനഗോഗ് കണ്ടെത്തി അവിടെ പ്രസംഗിച്ചു. യേശു ക്രിസ്തു തന്നെയാണ് മശിഹ. യേശുവിന്റെ ജീവിതം, ക്രൂശുമരണം, ഉയർപ്പ് ഇതൊക്കെ തിരുവെഴുത്തുകൾ ആധാരമാക്കി പൗലോസ് പ്രസംഗിച്ചു. പൗലോസിന്റെ പ്രസംഗ രീതി ഇങ്ങനെയാണ്. പലപ്പോഴും അദ്ദേഹം വാദിച്ചു, വിവരിച്ചു, ചിലപ്പോൾ തെളിയിച്ചു കാണിച്ചു, മറ്റു ചിലപ്പോൾ പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയെന്നോ? യഹൂദന്മാർ കാത്തിരുന്ന മശിഹ തന്നെയാണ് ക്രിസ്തു എന്ന് ജനത്തിന് വിശ്വസിക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ. കേട്ടവരിൽ പലരും യവനന്മാരിൽ വലിയൊരു കൂട്ടവും മാന്യ സ്ത്രീകളും സുവിശേഷം കേട്ട് വിശ്വസിച്ചു, അവരോടൊപ്പം ചേരുകയും ചെയ്തു. അവിടെ വളരെ കുറച്ച് യഹൂദന്മാരെ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. കൂടുതലും ജാതികളാണ് വിശ്വസിച്ചത്. തെസലോനിക്ക ലേഖത്തിൽ പിന്നീട് പൗലോസ് പറയുന്നത് പള്ളികളിലും പുറത്തുള്ള സ്ഥലങ്ങളിലും പൗലോസും ശീലാസും പ്രസംഗിച്ചു എന്നാണ്. വിഗ്രഹാരാധികളായ പട്ടണവാസികൾ ദൈവവചനം കേട്ടു. 3 ശബ്ദത്തിൽ സിനഗോഗിൽ അവർ പ്രസംഗിച്ചു. പ്രിയ ദൈവപൈതലേ, നമ്മെ ദൈവം എവിടെ അയക്കുന്നോ, എവിടെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ നാം സുവിശേഷം പറയാൻ സന്നദ്ധരായിരിക്കണം. ക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ് സുവിശേഷം. അതിനാൽ ലജ്ജ കൂടാതെ എപ്പോഴും ഏത് സമയത്തും സുവിശേഷം അറിയിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. അവർ പകൽ വേല ചെയ്തും രാത്രി സുവിശേഷം പ്രസംഗിച്ചും അവിടെ പാർത്തു. ആർക്കും ഭാരമായി തീരാതിരിക്കാനാണ് അവർ അപ്രകാരം ചെയ്തത്. ഒരു നല്ല മാതൃകയാണ് ഈ ദൈവപുരുഷന്മാർ നമുക്ക് തരുന്നത്. ഒരു യഹൂദൻ വളർന്നു വരുമ്പോൾ ന്യായപ്രമാണം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു കൈത്തൊഴിൽ കൂടി പഠിച്ചിരിക്കണം. യേശു മരപ്പണി പഠിച്ചു. ശൗൽ കൂടാരപ്പണി ചെയ്തു. ശിഷ്യന്മാർ പലരും മുക്കുവരായിരുന്നു. ഇതൊക്കെ ഉപജീവനത്തിനുള്ള മാർഗങ്ങളായിരുന്നു. രാത്രി മാത്രം സുവിശേഷം പ്രസംഗിച്ച പൗലോസിനും ശീലാസിനും ഒരു പകൽ മുഴുവനും ഉണ്ടായിരുന്നു. ആയതിനാൽ സമയം തക്കത്തിൽ അവർ ഉപയോഗിച്ചു. വേല ചെയ്യുന്നിടത്തും അവർ സുവിശേഷം അറിയിച്ചു കാണും. ആയതിനാൽ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ വേല ചെയ്യുവാൻ മടിക്കേണ്ട. സുവിശേഷം പ്രസംഗിക്കാനും മടിക്കേണ്ട. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അനേകരുണ്ട്. എന്നാൽ ശുശ്രൂഷകൾ അധികമുള്ളപ്പോൾ മുഴുസമയം കർത്തൃവേല ചെയ്യുവാനും ദൈവം ചിലരെ ഭരമേൽപ്പിക്കാറുണ്ട്. എന്തു തന്നെയായാലും സന്തോഷത്തോടെ ദൈവവേല ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നീതിയോടെ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നതിൽ സംശയമില്ല. യാസോൻ എന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു പൗലോസും ശീലാസും പാർത്തിരുന്നത്. എല്ലാ പട്ടണത്തിലെയും പോലെ ഈ തെസലോനിക്കയിലും സുവിശേഷത്തിന് നേരെ ചിലർ എഴുന്നേറ്റു. അവരോടൊപ്പം വിശ്വസിക്കാത്ത ചില യഹൂദരും കൂടി നഗരം ഇളക്കി. യാസോന്റെ വീടവർ വളഞ്ഞു. എന്നാൽ ആ സമയം പൗലോസും ശീലാസും ആ വീട്ടിലില്ലായിരുന്നു. ആയതിനാൽ അവർ യാസോനെയും ചില സഹോദരങ്ങളെയും നഗരാധിപന്റെ അടുക്കൽ വലിച്ചഴിച്ചും കൊണ്ടുവന്നു. യാസോനെതിരെ അവർ ഉന്നയിച്ച കുറ്റം ഇതായിരുന്നു: ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. അവർക്ക് യാസോൻ വീട് തുറന്നു കൊടുത്തു. ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്നാണ് ശരിയായ വിവർത്തനം. ഇവരുടെ പഠിപ്പിക്കലുകൾ ദോഷമായതാണ്. ഇവർ കുഴപ്പക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ മറ്റു ചിലതുകൂടി പറഞ്ഞു. ഇവർ പറയുന്ന യേശു രാജാവാണ്. കൈസർക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടർ. റോമൻ നിയമത്തിനെതിരെ ഇവർ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അധികാരികൾ അസ്വസ്ഥരായി. ഇക്കൂട്ടർ ആക്രമണമുണ്ടാക്കിയാൽ നഗരത്തിന്റെ അധിപന്മാർക്ക് പ്രയാസമായി മാറും. യാസോൻ അവർക്ക് കൂട്ടുനിന്ന വ്യക്തിയായി മാറി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വാസ്തവത്തിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി വന്ന ജനത്തോട് പ്രസംഗിച്ചത് യേശു തന്നെ മശിഹ എന്ന് പഠിപ്പിക്കുക മാത്രമാണ്. പട്ടണത്തിൽ കലഹമുണ്ടാക്കിയത് യഹൂദന്മാരായിരുന്നു. സത്യം പറഞ്ഞാൽ യേശു രാജാവ് തന്നെയാണ്. അവന്റെ രാജ്യം ഐഹികമല്ല, ലോകപ്രകാരം അല്ല.
ഒരു രാജ്യത്തിന്റെയും നിയമസംഹിതയ്ക്കെതിരായി അന്നും ഇന്നും സുവിശേഷകർ പ്രസംഗിക്കുന്നില്ല. എന്നിട്ടും അവർ ആരോപണ വിധേയരായി. യാസോൻ എന്ന വ്യക്തിയെ നോക്കിയാൽ താൻ വിശ്വസിച്ച സുവിശേഷത്തിന് വേണ്ടി തന്റെ ഭവനം വിട്ടുകൊടുത്തതിന് തനിക്കും പീഡയേൽക്കേണ്ടി വന്നു. പട്ടണത്തിലൂടെ വലിച്ചിഴക്കപ്പെട്ടു, നിന്ദിതനായി. മാത്രവുമല്ല, ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചപ്പോൾ ധനനഷ്ടവും ഉണ്ടായി. പ്രിയ ദൈവപൈതലെ, സുവിശേഷം ഒരു പട്ടണത്തിൽ അറിയിക്കുവാൻ ഒരു കൂട്ടം ജനം എന്ത് വില കൊടുത്തു എന്ന് മനസ്സിലായോ? പിശാച് ഇതൊക്കെ കണ്ട് ഏത് വിധേനയും അതിനെതിരെ പ്രവർത്തിക്കും. എന്നാൽ അതും സുവിശേഷം പരക്കുവാൻ ഇടയായി. അവർ പറഞ്ഞത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പുരുഷന്മാരെന്നാണ്. അതെ, ഈ ലോകത്തിന്റെ പ്രഭു നമ്മെപ്പറ്റിയും ഇത് തന്നെയാണ് ഇന്ന് പറയേണ്ടത്. ഇവർ ചെറിയവരല്ല, സർവശക്തൻ ഇവരോടൊപ്പമുണ്ട്. ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ്. അതിനിടയിൽ പൗലോസിനെയും ശീലാസിനെയും ശിഷ്യന്മാർ ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. താൻ പോയ ശേഷം വലിയ പീഡ ഇനിയും ഉണ്ടാകുമെന്നും ദുരുപദേശകർ അവരെ വഴിതെറ്റിക്കുമെന്നും ശങ്കിച്ച് പൗലോസ് പിൽക്കാലത്ത് 2 കത്തുകൾ എഴുതി. അതെയാണ് 1ഉം 2ഉം തെസ്സലോനിക്ക ലേഖനങ്ങൾ. എത്ര തന്നെ പീഡകൾ വന്നാലും സുവിശേഷം അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ലോകം സത്യം മനസ്സിലാക്കാൻ, പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.